സംസ്ഥാനത്ത് പട്ടികവർഗ ജനങ്ങളുടെ കാര്യങ്ങൾ വളരെ കാര്യക്ഷമമായി ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ വാദം. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ആവശ്യനേരത്ത് എത്തുന്നുണ്ടെന്നും സർക്കാർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ വാദങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ധനസഹായത്തിനുള്ള അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തി. പാലക്കാട് കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നൽകിയ 15ഓളം അപേക്ഷകളാണ് യാക്കരയിലെ പുഴക്കരയിൽ നിന്നും KSEB ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ കളക്ടർക്കും പട്ടികവർഗ ഓഫീസർക്കും പരാതി നൽകി. ഇത് സർക്കാരിന്റെ അനാസ്ഥ മാത്രമല്ല, സംസ്ഥാനത്ത് പട്ടികവർഗ ജനങ്ങളോടുള്ള അവഗണന കൂടിയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ പട്ടികവർഗ ജനങ്ങളോട് സർക്കാരിന്റെ വളരെ നിരുത്തരവാദിത്വപരമായ സമീപനവും ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സത്യത്തിൽ സർക്കാർ എന്തിനാണ് പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളോട് ഇത്തരത്തിൽ വേർതിരിവ് കാണിച്ച് അകറ്റുന്നത്? അവരും കേരളത്തിലെ ജനങ്ങൾ തന്നെയല്ലേ? സത്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന് പറയുന്നത്? ഇത് തികച്ചും അസംബന്ധമാണെന്ന് തന്നെ യാതൊരു സംശയവുമില്ലാതെ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഗോത്ര വിഭാഗത്തിലെ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ. അവർക്ക് യാതൊരു തരത്തിലും സർക്കാർ സാമ്പത്തികമായി സഹായിക്കുന്നില്ല എങ്കിൽ, അഥവാ അവർക്ക് സാമ്പത്തികമായി മുന്നേറ്റമില്ല എങ്കിൽ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ. കൂടാതെ ഗോത്ര മേഖലകളിലെ ആളുകൾക്ക് എമർജൻസി ആയിട്ട് ആശുപത്രിയിൽ പോകണമെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് പോകേണ്ടി വരുന്നത്. അതിന് സർക്കാർ ഇതുവരെ ഒരു മാർഗവും കണ്ടെത്തിയിട്ടില്ല. ആശുപത്രിയിലെത്താൻ വൈകുന്നതിനാൽ പലർക്കും ജീവൻ തന്നെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ അവരുടെ ജീവന് പുല്ലുവിലയല്ലേ നൽകുന്നത്? ഇപ്പോൾ അപേക്ഷകൾ കുറ്റിക്കാട്ടിൽ തള്ളിയ സംഭവം തന്നെ നോക്കിയാൽ മുതിർന്നവരോട് മാത്രമല്ല, വിദ്യാർത്ഥികളോടും സർക്കാർ വേർതിരിവും അനാസ്ഥയും കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഗോത്രമേഖലയിലെ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പട്ടികവർഗ വകുപ്പ് നൽകുന്ന ധനസഹായത്തിനുള്ള അപേക്ഷകളാണ് കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. ഇതിലൂടെ സർക്കാർ അവരുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു എന്ന് വ്യക്തമാണ്. 15 വിദ്യാർത്ഥികളുടെ ജീവിതമാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം കുറ്റിക്കാട്ടിൽ ചിതറിപ്പോയിരിക്കുന്നത്. ഇതിന് പിണറായി സർക്കാർ ഉത്തരം നൽകിയേ തീരൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതു സർക്കാരിനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF എന്തായാലും വെള്ളം കുടിക്കുമെന്ന് തീർച്ച.